ഹലോ, ഹൃദയം സിനിമ കണ്ട അപ്പം തുടങ്ങിയതാട്ടോ ഒരു ആഗ്രഹം. എന്താ, നമ്മുടെ അയ്യപ്പേട്ടൻ്റെ കടയിൽ പോയിട്ടൊരു ഭക്ഷണം കഴിക്കണമെന്ന്. അപ്പോൾ ഒരുപാട് ഇൻ്റർവ്യൂസ് കണ്ടിട്ടുണ്ട്, ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളും അവിടേക്ക് പോകുക കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ പറയുന്നുണ്ട്, ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്തൊന്ന് മുന്നേറ്റണം കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ എത്തി. അപ്പോൾ അതെ, ആദ്യം ഇഞ്ചിപ്പുളി, പിന്നെ ക്യാബേജ്, പിന്നെ അത് പൈനാപ്പിളിൻ്റെ എന്തോ ഒരു ഐറ്റം ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കറികളെല്ലാം ഒന്നിനൊന്ന് മെച്ചം എന്ന് തന്നെ പറയാം. ഏകദേശം ഇങ്ങനെയൊക്കെ കണ്ടു. ഇത് സാമ്പാറാണ്, മോരുണ്ട്, രസമുണ്ട്, കോഴിയും കുമ്പളങ്ങയും ചാറുണ്ട്. അതായിരുന്നു അവരുടെ ഹൈലൈറ്റ് കേട്ടോ. പിന്നെ ഞങ്ങളൊരു ഫിഷ് ഫ്രൈ വാങ്ങിച്ചു, പിന്നെ ഒരു ചിക്കൻ കറിയും വാങ്ങിച്ചു. പക്ഷേ എനിക്ക് ആ ഫിഷ് ഫ്രൈനേക്കാളും ചിക്കൻ കറിനേക്കാളും എനിക്ക് ഇതൊക്കെയാണ് ഭയങ്കര ഇഷ്ടമായത്. കോഴിയും കുമ്പളങ്ങയും കറി ഒരു രക്ഷയില്ല കേട്ടോ. പാലക്കാടൻ സ്പെഷ്യലാണ്. സത്യത്തിൽ ഈ ഫുഡൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നല്ല റേറ്റ് ഉണ്ടാകും, 120 റുപ്പീസ് എങ്കിലും ഉണ്ടാകുമെന്ന് വിചാരിച്ചു. പക്ഷേ വെറും 50 രൂപ മാത്രമേ അവർ ചാർജ് ചെയ്തുള്ളൂ കേട്ടോ ഊണിന്. അപ്പോൾ ഇത് അങ്ങോട്ട് പോകുമ്പോൾ ഉള്ളൊരു വ്യൂ ആണ്. നല്ല ഭംഗിയുള്ളൊരു വഴി. എന്ത് രസമാണെന്നറിയോ, രണ്ട് സൈഡും നല്ല നെൽപ്പാടം. പിന്നെ നമുക്ക് പൊതുവേ അറിയാം, കൊല്ലങ്കോട് ആ വഴിക്കൊക്കെ പ്രകൃതി രമണീയമായ സ്ഥലമാണ്, കരിമ്പനകളുടെ നാടാണ്, ഇതെല്ലാം അറിയാം. അപ്പോൾ ഞങ്ങളങ്ങനെ കുറച്ച് കാഴ്ചകളൊക്കെ ആസ്വദിച്ചു ഇങ്ങനെ പോവുമായിരുന്നു. പക്ഷേ അങ്ങോട്ട് അയ്യപ്പേട്ടൻ്റെ കടയിലേക്കുള്ള വഴി കുറച്ച് മോശമാണ് കേട്ടോ. കുറച്ച് നല്ലവണ്ണം മോശം തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ എന്തായാലും അവിടെ എത്തുന്ന ആ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. ദേ എന്ത് ഭംഗിയുള്ള സ്ഥലമാണെന്ന് നോക്കൂ. നല്ല നെൽപ്പാടം, ഒരുപാട് പാടങ്ങളുണ്ട്. ഞങ്ങളപ്പോൾ അങ്ങനെ ഭംഗിയൊക്കെ ആസ്വദിച്ച് മാപ്പൊക്കെ ഇട്ട് മാപ്പ് ഞങ്ങളെ വഴി തെറ്റിച്ചു. പിന്നെ ഞങ്ങൾ ചോദിച്ച് പോയി. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാട്ടോ. കുറേ നേരം ഭംഗിയൊക്കെ ആസ്വദിച്ചു. ഇത് നമ്മുടെ അയ്യപ്പേട്ടൻ്റെ വഴി, കടയിലേക്കുള്ള വഴിയാണ്. ഭൂപടത്തിലില്ലാത്ത സ്ഥലം എന്ന് വേണമെങ്കിലും പറയാം. അങ്ങനെയുള്ളൊരു ഉള്ളിലാട്ടോ അയ്യപ്പേട്ടൻ്റെ കടയുള്ളത്. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. ആ കാണുന്നത് ശരിക്കും നമ്മുടെ നെല്ലിയാമ്പതി മലകളാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള കുറേ സ്ഥലങ്ങൾ. അങ്ങനെ ഞങ്ങളങ്ങനെ ചോദിച്ച് അവസാനം ഞങ്ങൾ അയ്യപ്പേട്ടൻ്റെ കടയിലെത്തി. അവിടെ പോയപ്പോൾ വന്നത് എന്തായാലും നഷ്ടമായില്ല എന്നുള്ള നല്ല ബോധ്യം ഞങ്ങൾക്കുണ്ടായി. നല്ല ഭക്ഷണമായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് അവിടുത്തെ പൈനാപ്പിൾ പച്ചടിയും അതുപോലെ തന്നെ കോഴിയും കുമ്പളങ്ങയും കറിയാട്ടോ. പാലക്കാട്ടുകാരുടെ സ്പെഷ്യലാണ് കോഴിയും കുമ്പളങ്ങയും. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാട്ടോ സത്യത്തിൽ അത് കഴിക്കുന്നത്. ഇതാണ് അങ്ങോട്ടേക്കുള്ള വഴി. ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നാൽ നമ്മൾ ശരിക്കും ബുദ്ധിമുട്ടും. അങ്ങനെയുള്ളൊരു ചെറിയ വഴിയാണ്. പക്ഷെ ഇത് വേറെ വഴിയുണ്ട് എന്ന് പറഞ്ഞു. അത് ഞങ്ങൾ സത്യത്തിൽ ഞങ്ങളെ വഴിയൊന്നും കണ്ടില്ല. വഴിയിൽ മുള്ളുചെടികളെല്ലാം ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ മാറ്റി ക്ലിയർ ആക്കിയിട്ടാണ് നമ്മൾ പോയത്. ഞാനും ഹസ്ബൻഡും 2 കുട്ടികളും ആട്ടോ പോയത്. നല്ല ഒരു ആംബിയൻസ്. അപ്പോൾ ഇതാണ് നമ്മളിങ്ങനെ എപ്പോഴും കാണാറുള്ളൂ, ഈ ഒരു അയ്യപ്പൻ ഹോംലി ഫുഡ് എന്ന്, ഹോംലി മീൽസ് എന്ന്. നമ്മുടെ വിനീത് ശ്രീനിവാസൻ, പ്രണവ് മോഹൻലാൽ, കല്യാണി പ്രിയദർശൻ എല്ലാവരും പോയ ഒരുപാട് ഫോട്ടോസും അവിടെ ഉണ്ടായിരുന്നു. അതൊന്നും എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ പോയ സമയത്ത് ഞങ്ങൾക്ക് സീറ്റ് കിട്ടി. പക്ഷെ അതിനുശേഷം ഭയങ്കര തിരക്കായിരുന്നു. ഭയങ്കര തിരക്ക് എന്ന് പറഞ്ഞാൽ പോലെ നല്ല തിരക്ക് തന്നെയായിരുന്നു കേട്ടോ. ഇഞ്ചിപ്പുളി അങ്ങനെ എല്ലാം വിളമ്പി ഞങ്ങളിങ്ങനെ വെയിറ്റിംഗ് ആണ്. ഫുഡ് ഇപ്പോൾ വരും എന്ന് പറഞ്ഞ് കാത്തിരിക്കുക കേട്ടോ. നല്ലവണ്ണം വിശന്നു. അതുകൊണ്ടാണോ ആ ഫുഡിന് ഇത്ര ടേസ്റ്റ് ഇല്ല, ഇനി ഫുഡ് ഭയങ്കര ടേസ്റ്റാണോ എന്നൊക്കെ ആലോചിച്ച് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. 2 തരം ചോറുണ്ട്, ഒരു ഉണ്ടരിച്ചോറുണ്ട്, പൊന്നിയരിച്ചോറുണ്ട്. നമുക്ക് ഏതാണോ വേണ്ടത് അത് നമുക്ക് കിട്ടും. പിന്നെ തിരക്കായതുകൊണ്ട് തന്നെ ഇപ്പം നമുക്ക് കറികളൊക്കെ കഴിഞ്ഞാൽ അതിന് മാത്രം കുറച്ച് ഡിലേ ആവുന്നുണ്ട്. കറികൾ തരാനും മാത്രം കുറച്ച് ഡിലേ ആവുന്നുണ്ട്. അപ്പോൾ കോഴിയും കുമ്പളങ്ങയും കറിയൊക്കെ വന്നപ്പോൾ സത്യത്തിൽ ഞാൻ മറന്നുപോയി. വീഡിയോസൊക്കെ എടുക്കാൻ എനിക്ക് മറന്നുപോയി, ഒന്നും ഓർമ്മയുണ്ടായില്ല. ഭക്ഷണം കഴിച്ചു, മനസ്സും വയറും നിറഞ്ഞ് ഞങ്ങൾ അവിടുന്ന് അയ്യപ്പേട്ടനെ കാണാൻ പറ്റിയില്ല. അമ്മയോട് യാത്രയും പറഞ്ഞിറങ്ങി. ഇനി ആ വഴിക്ക് പോകുകയാണെങ്കിൽ ഒരിക്കലും ഞാൻ മിസ്സാക്കാത്തൊരു ഫുഡാണ് കേട്ടത്. എന്തായാലും ഞാൻ അവിടെ പോയി ഇത് കഴിച്ചിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. ഇനി പോകണമെന്ന് ആഗ്രഹമുണ്ട്, പോകാൻ പറ്റട്ടെ അല്ലേ. അങ്ങനെ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഓക്കെ, താങ്ക് യു.